Hello dear students, welcome back to Plus One Physics class. Plus One Physics ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് വൺ ഫിസിക്സിൻ്റെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആരെങ്കിലും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് കാണാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സുകളുടെ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. കാണാൻ ബാക്കിയുള്ളവർ അത് പോയിട്ടൊന്ന് കാണുക. ഓക്കെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലസ് വൺ ഫിസിക്സിൻ്റെ 3rd ചാപ്റ്ററായ മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ അതിലേക്ക് എന്ത് ചെയ്യണം, എൻറ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയാം, നമ്മൾ 2 ചാപ്റ്ററുകൾ കഴിഞ്ഞു അല്ലേ. ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഫിസിക്സിൻ്റെ മറ്റൊരു ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടതാണ്. അതായത് കൈനമാറ്റിക്സ് എന്ന് പറയും. കൈനമാറ്റിക്സ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് എ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഏതൊരു വസ്തുവിൻ്റെയും മോഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഫിസിക്സിൻ്റെ ശാസ്ത്ര ശാഖയാണ് ഇത്, കൈനമാറ്റിക്സ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചാപ്റ്റർ 3 മുതൽ കുറച്ച് ചാപ്റ്റേഴ്സ് എന്തിലായിട്ട് പോകും, കൈനമാറ്റിക്സിലായിട്ട് നമ്മൾ മൂവ് ചെയ്യാൻ പോവാണ്. കൈനമാറ്റിക്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഏത്, ചാപ്റ്റർ 3 എന്ന് പറയുന്നത് മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. അതായത് ഇതിലെ കൂടുതൽ കാര്യങ്ങളും നിങ്ങൾ കേട്ടത് തന്നെയാണ്, നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ പഠിച്ചു കഴിഞ്ഞാൽ എന്തായി, ചാപ്റ്റർ 3 ഓക്കെ ആയി, റെഡി ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഇനി എന്താണ് മക്കളെ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മോഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് മോഷൻ എന്ന് ആദ്യം അറിയണം. എന്താ മോഷൻ? മോഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മൾ 8ാം ക്ലാസ് മുതൽ പഠിച്ചു വരികയാണ്. എന്താണ് മോഷൻ? ഏതൊരു വസ്തുവും സമയത്തിനനുസരിച്ച് അതിൻ്റെ ചുറ്റുപാടുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ആ വസ്തു മോഷനിലാണെന്ന് പറയാം. സിമ്പിൾ അല്ലേ. ഇഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് വിത്ത് ടൈം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് മോഷൻ എന്ന് എല്ലാവരും പഠിച്ചു കഴിഞ്ഞു. മോഷൻ റെഡിയാണ്, ഓക്കെ അല്ലേ. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റഫറൻസ് ബോഡി, അല്ലാന്നുണ്ടെങ്കിൽ അവലംബക വസ്തു. എപ്പോഴും ഒരു മോഷനെ നിങ്ങൾ പ്രതിപാദിക്കണമെങ്കിൽ, ഒരു മോഷൻ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഒരു റഫറൻസ് ബോഡി വേണം, അല്ലെങ്കിൽ ഒരു അവലംബക വസ്തു വേണം. അതുതന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സറൗണ്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു വസ്തുവിൻ്റെ മോഷൻ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബസ്സിന് യാത്ര ചെയ്തിട്ടുണ്ടല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ തൊട്ട് മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ തൊട്ട് പിറകിലിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇയാൾ മോഷനിലാണെന്ന്? ഇല്ല, അയാൾ റെസ്റ്റിലാണെന്ന് നിങ്ങൾ പറയൂ. കാരണം എന്താണ്, നിങ്ങൾ സറൗണ്ടിങ്സിനെ വെച്ച് നോക്കുമ്പോൾ, അതായത് നിങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ നോക്കുന്നത്. അപ്പോൾ എന്താണ്, അയാൾ റെസ്റ്റിലാണ്. ഓക്കെ, ഇനി പുറത്തുനിന്ന് ഒരാൾ അയാളെ നോക്കുകയാണെങ്കിലും അയാൾ എന്തിലാണ്, മോഷനിലാണ്. ഓക്കെ, അപ്പോൾ അയാളെ സറൗണ്ടിങ്സ് മാറി അല്ലേ, അപ്പോൾ എന്തായി, അയാൾ മോഷനിലായി. ക്ലിയർ ആണല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്, സറൗണ്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് മോഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, റെസ്റ്റ് എന്താണെന്ന് പറയാം. എന്താ റെസ്റ്റ്? മോഷൻ കഴിഞ്ഞു, ഇനി എന്താണ് റെസ്റ്റ് എന്ന് പറയുന്നത്? സിമ്പിളാണ്. ഇപ്പോൾ പറഞ്ഞ അതേ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ മതി, അതിലൊരു ഡസ് നോട്ടാണ് ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, എങ്ങനെ പറയാം? ഇഫ് ആൻ ഒബ്ജക്റ്റ് ഡസ് നോട്ട് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ് വിത്ത് ടൈം. സമയത്തിനനുസരിച്ച് അതിൻ്റെ സറൗണ്ടിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പൊസിഷന് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ വസ്തു റെസ്റ്റിലാണെന്ന് പറയാം. സിമ്പിളാണല്ലോ. ഓക്കെ, അപ്പോൾ റെസ്റ്റ് എന്താണെന്ന് മനസ്സിലായി, ക്ലിയർ ആണ്. ഇനി മോഷനെ നമുക്ക് എന്ത് ചെയ്യാം, 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. വളരെ സിമ്പിളാണ്. 3ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോഷനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമതാണ് 1 ഡയമെൻഷൻ മോഷൻ, സെക്കൻഡ് 2 ഡയമെൻഷൻ മോഷൻ ആൻഡ് 3 ഡയമെൻഷൻ മോഷൻ. എന്താണ് 1 ഡയമെൻഷൻ മോഷൻ? സിമ്പിളാണ്. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡയമെൻഷനേ ഉള്ളൂ എന്നർത്ഥം. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. സ്ട്രെയിറ്റ് ലൈൻ
സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഓക്കെ, ഈ സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറഞ്ഞാൽ നേർരേഖാ ചലനം. അപ്പോൾ ഈ ടൈപ്പ് മോഷന് നമുക്ക് വേണമെങ്കിൽ ഒരു രീതിയിലൂടെ പറയാം. എങ്ങനെ പറയാൻ പറ്റും? ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് വിത്ത് ഓൺലി വൺ കോർഡിനേറ്റ്സ്. ഒരു കോർഡിനേറ്റ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ മോഷനാണ് ഏത്? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അല്ലെങ്കിൽ വൺ ഡയമെൻഷൻ. അതുകൊണ്ടാണ് അതിന് വൺ ഡയമെൻഷൻ എന്ന് പേര് വന്നത്. ഓക്കെ, അതിന് ഒരു ഡയമെൻഷനേ ഉള്ളൂ. ഓക്കെ, എന്താ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് അല്ലേ, എക്സ് കോർഡിനേറ്റ് പഠിച്ചിട്ടുണ്ട്, വൈ കോർഡിനേറ്റ് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ ഒരാളും കൂടെ പരിചയപ്പെടും, സെഡ് കോർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ കോർഡിനേറ്റ് ഇതിനെയാണ് കോർഡിനേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് മതി ഏത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വൺ ഡയമെൻഷൻ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഒന്നുകിൽ എക്സ് കോർഡിനേറ്റ് മതി അല്ലേ, ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് ആണ് അല്ലേ, അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് മതി, വെർട്ടിക്കൽ കോർഡിനേറ്റ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ സെഡ് കോർഡിനേറ്റ്. സെഡ് കോർഡിനേറ്റ് എന്താ നമുക്ക് പറയാം, 3D മോഷനൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പറയും. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു കോർഡിനേറ്റ് മതി ഏത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാരണം എന്താണ്, അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു മോഷനാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എന്താണ് 2D മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ? സിമ്പിളാണ്. അതായത് ഒരു പ്ലെയിനിലുള്ള മോഷൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, ഇതിപ്പോൾ ഒരു പ്ലെയിൻ ആണല്ലോ. അതായത് ഇതിലൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ പോവാണ്. ഓക്കെ, ഇതിന് ആ ഉറുമ്പിന് എങ്ങനെയും പോവാം അല്ലെ, ഇതിലൂടെ എങ്ങനെയും പോവാം, ഒരു കുഴപ്പമില്ല, എങ്ങനെ പോവാം. ഓക്കെ, ഇതിന്റെ മോഷൻ പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 2 കോർഡിനേറ്റ് നിർബന്ധമായിട്ടും പറയണം. എന്താ കാരണം? ഇവിടെ എക്സ് കോർഡിനേറ്റ് ആണ്, ഇത് വൈ കോർഡിനേറ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഉറുമ്പിന്റെ പ്ലേസ് ഇവിടെയാണ്, ഇപ്പോൾ ഉറുമ്പ് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന്റെ പൊസിഷൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പറയണം? എക്സ് കോർഡിനേറ്റിൽ നിന്ന് ഇത്ര അകലത്തിലാണ്, അതേപോലെ വൈ കോർഡിനേറ്റിൽ നിന്ന് ഇത്ര അകലത്തിലാണ്. ഇത് രണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് പറയാം ദിസ് ടൈപ്പ് ഓഫ് മോഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ഓർ എക്സ്പ്ലെയിൻഡ് വിത്ത് 2 കോർഡിനേറ്റ്സ്. 2 കോർഡിനേറ്റ് കൊണ്ടാണ് ഈ ടൈപ്പ് മോഷൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1 കോർഡിനേറ്റ്, ഇത് 1 കോർഡിനേറ്റ് മതി. ഇവിടെ 2 കോർഡിനേറ്റ്. ഓക്കെ, ഇനി ഇവിടെ 3 ഡയമെൻഷനിലേക്ക് പോകുമ്പോഴോ, 3 ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷൻ ഇൻ എ സ്പേസ്, മോഷൻ ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ ഈ ഒരു മോഷന് വേണ്ടിയിട്ട് എത്ര കോർഡിനേറ്റ് വേണ്ടി വരും? ഉറപ്പാണ് 3 കോർഡിനേറ്റ്സ് വേണ്ടി വരും. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ ഒരു ഫ്ലൈയിങ് ബേർഡിനെ കുറിച്ച് ആലോചിച്ച് നോക്കാം. ഒരു പറക്കുന്ന ഒരു പക്ഷി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് സ്പേസിലൂടെ. ആ പക്ഷിയുടെ പൊസിഷൻ നിങ്ങളോട് ലൊക്കേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ 3 കോർഡിനേറ്റുകൾ അത്യാവശ്യമാണ് അല്ലേ? ഒന്ന് എക്സ് കോർഡിനേറ്റ് വേണം, വൈ കോർഡിനേറ്റ് വേണം, അതുപോലെ തന്നെ സെഡ് കോർഡിനേറ്റും വേണം. ഓക്കെ, അപ്പോൾ ഈ 3 കോർഡിനേറ്റും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മോഷനാണ് ഇത് 3 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം 3 കോർഡിനേറ്റ്സ്. ഇവിടെ 3 കോർഡിനേറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ എല്ലാവർക്കും 1D മോഷൻ എന്താണ്, 2D മോഷൻ എന്താണ്, 3D മോഷൻ എന്താണ്, 3 ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഒരു 3 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. ഓരോന്നിനും സിമ്പിളാണ്. നിങ്ങൾ നിത്യജീവിതത്തിൽ ഡെയിലി ലൈഫിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ എക്സാമ്പിൾസ് എഴുതാൻ പറ്റും. ഓക്കെ, 1 ഡയമെൻഷൻ മോഷൻ ഒന്ന് എഴുതി നോക്കാം. എന്താ 1 ഡയമെൻഷൻ മോഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞേ? എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റെയിലിലൂടെ ഒരു ട്രെയിൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം മൂവ്മെൻറ്റ് ഓഫ് എ ട്രെയിൻ ഇൻ എ സ്ട്രെയിറ്റ് റെയിൽ. ഓക്കെ, അപ്പോൾ ട്രെയിൻ മൂവ്മെൻറ്റ്, മൂവ്മെൻറ്റ് ഓഫ് എ ട്രെയിൻ. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ പറഞ്ഞു നോക്കി. എന്തായിരിക്കും? ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ്. ലിഫ്റ്റ് നിങ്ങൾ വിടും, ലിഫ്റ്റിലെങ്കിലും കയറിയിട്ടുണ്ടാവില്ല. ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഇങ്ങനെ ഡയറക്റ്റ് മുകളിലേക്ക്, പിന്നെ ഡയറക്റ്റ് ഇങ്ങനെ താഴെ, ഒരു ലൈനിലാണ് അതിൻ്റെ മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം മൂവ്മെൻറ്റ് ഓഫ് എ ലിഫ്റ്റ്. ക്ലിയർ അല്ലേ? ഇനി എക്സാമ്പിൾസ് ഉണ്ടോ? ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഏതാണ്? മൂവ്മെൻറ്റ് ഓഫ് എ ഫ്രീലി ഫാളിങ് ബോഡി. ഒരു ഫ്രീലി ഫാളിങ് ആയിട്ടുള്ള, എന്താ ഫ്രീലി ഫാളിങ് എന്ന് പറഞ്ഞാൽ നേരെ താഴേക്ക് വീഴുന്നൊരു ബോഡി. ഓക്കെ, ആരുടെയും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം താഴേക്ക് വീഴുന്ന ഒരു ബോഡി, അതിനാണ് ഫ്രീലി ഫാളിങ് ബോഡി എന്ന് പറയാം. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് എ ഫ്രീലി ഫാളിങ് ബോഡി, അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി, ഫ്രീലി ഫാളിങ് ബോഡി. ഇതും എന്തിന് എക്സാമ്പിളാണ്?
വൺ ഡയമെൻഷൻ മോഷന് എക്സാമ്പിളാണ്. അപ്പോൾ 2, 3 3 എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ഡയമെൻഷൻ മോഷൻ എക്സാമ്പിൾസ് നോക്കാം. ഏതൊക്കെയായിരിക്കും? സിമ്പിളാണ്. 2 ഡയമെൻഷൻ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. സർക്കുലാർ മോഷൻ, ഒരു സർക്കിളിൽ ഇങ്ങനെ മോഷൻ. അതൊരു പ്ലെയിൻ അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല. ഉള്ളിൽ പോകാൻ പറ്റുമോ? ഇല്ല. ആ ഒരു പ്ലെയിനിൽ മാത്രം മൂവ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ഇതെന്താണ്? ഒരു 2D മോഷനാണ്, സർക്കുലാർ മോഷൻ. സെക്കൻഡ് വൺ പ്രൊജക്റ്റൈൽ മോഷൻ. എന്താ പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതാ ഇങ്ങനെ, ഈ ഒരു മോഷൻ ഇങ്ങനെ, ഇതും എന്താണ്? ഒരു പ്ലെയിനിലുള്ള മോഷനാണ്. ശരിയല്ലേ? നിങ്ങൾ സ്പോർട്സിനൊക്കെ ജാവലിൻ എറിയുന്നത് കണ്ടിട്ടുണ്ടാവും. ജാവലിൻ ത്രോ അല്ലേ? ജാവലിൻ ത്രോ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് വീഴും അല്ലേ? അതൊരു പ്ലെയിനിലൂടെ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോകും? ഇല്ല. അത് ഇങ്ങനെ തന്നെ പോകും അല്ലേ? ആ ഒരൊറ്റ പ്ലെയിനിലാണ് മൂവ് ചെയ്യുന്നത്. അതാണ് എന്ത്? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഈ മൂവ്മെൻറ്റ്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ. ഇപ്പം 2 എക്സാമ്പിൾ ആയല്ലോ. മൂന്നാമത്തെ എക്സാമ്പിൾ എഴുതാം. ഇത് ഒരു ഗ്രൗണ്ടിലൂടെയുള്ള ഒരാളുടെ മോഷൻ. ഗ്രൗണ്ടിലൂടെ ഒരാൾ നടക്കുമ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നടക്കുമോ? ഇല്ല. പല രീതി ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ പോകും, ചിലപ്പോൾ ഇങ്ങനെ പോകും, ഇങ്ങനെ പോകില്ലേ? അപ്പോൾ അതിൽ ഗ്രൗണ്ടിലൂടെ ആൾക്ക് എങ്ങനെയും നടക്കാനുള്ള എന്തുണ്ട്? ഫ്രീഡം ഉണ്ട്. ശരിയല്ലേ? പക്ഷെ ആൾക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. താഴേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ മാത്രമേ ആൾക്ക് എന്ത് ചെയ്യും? നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്താണ്? ഒരു 2 ഡയമെൻഷൻ മോഷനാണ്. അപ്പോൾ വാക്കിംഗ് ഓഫ് എ മാൻ ഇൻ എ ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ടിലൂടെ ഒരാൾ നടക്കുക, അതെന്താണ്? 2 ഡയമെൻഷൻ മോഷനാണ്. ഓക്കെ. അപ്പോൾ 3 എക്സാമ്പിൾ ആയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3 ഡയമെൻഷൻ മോഷൻ നോക്കാം. എന്താ 3 ഡയമെൻഷൻ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്പേസിലെ മോഷനാണ് അല്ലേ? മോഷൻ ഓഫ് എൻ എയറോപ്ലെയിൻ അല്ലേ? എയറോപ്ലെയിൻ്റെ മോഷൻ. ഒരു എയറോപ്ലെയിന് സ്പേസിലൂടെ മൂവ് ചെയ്യുന്നത്, അതിനെങ്ങോട്ടും പോകാനുള്ള ഫ്രീഡം ഉണ്ട് അല്ലേ? മുകളിലേക്ക് പോകാം, താഴേക്ക് പോകാം, സൈഡിലേക്ക് പോകാം, എവിടെയും പോകാം. ഓക്കെ. അതെന്താണ്? 3 ഡയമെൻഷൻ മോഷനാണ്. ഫുൾ ഫ്രീഡാണ്. ഓക്കെ. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. എ ബേർഡ് ഫ്ലൈങ് ഇൻ എ സ്കൈ അല്ലേ? ആകാശം എന്ത് ചെയ്യുക? ഒരു പക്ഷി പറക്കുക. അതെന്താണ്? ഒരു 3 ഡയമെൻഷൻ മോഷനാണ്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എഴുതാം. എന്ത് എഴുതാം? എ ബേർഡ് ഫ്ലൈങ് ഓൺ എ സ്കൈ. ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ നമുക്ക് എന്ത് എഴുതാം? ഗ്യാസ് മോളിക്യൂൾസിൻ്റെ റാൻഡം മോഷൻ അല്ലേ? സ്പേസിൽ എന്തുണ്ട്? ഗ്യാസ് ഉണ്ടല്ലോ. ഓക്കെ. ആ ഗ്യാസിൻ്റെ മോളിക്യൂൾസ്, അതിൻ്റെ റാൻഡം മോഷൻ, അതിനെങ്ങോട്ടും പോകാനുള്ള ഫ്രീഡം ഉണ്ട്. ഓക്കെ. നമുക്ക് പഠിച്ചിട്ടുണ്ട് ഗ്യാസ് മോളിക്യൂൾസിന് ഫുൾ ഫ്രീഡാണ്. അപ്പോൾ നമുക്ക് എഴുതാം റാൻഡം മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ. അപ്പോൾ 1D മോഷൻ, 2D മോഷൻ ആൻഡ് 3D മോഷൻ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇതറിഞ്ഞിരിക്കുക. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മുഴുവനായിട്ടും ആരെക്കുറിച്ച് മാത്രമാണ്? 1 ഡയമെൻഷൻ മോഷനെ കുറിച്ച് മാത്രമാണ്. 2D ആൻഡ് 3D മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും എപ്പോൾ? ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്ററിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കൈനമാറ്റിക്സ് എന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ അതിൽ 1 ഡയമെൻഷൻ മോഷൻ, അതാണ് മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. അവിടെ നിന്നാണ് നമ്മൾ ചാപ്റ്ററിലേക്ക് ശരിക്കും കടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ കടക്കുന്നതിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ അറിയണം. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി? വെക്റ്റർ ക്വാണ്ടിറ്റി, വെക്റ്റർ ആൻഡ് സ്കേലാർ നമ്മൾ പഠിച്ചതാണ് ആക്ച്വലി അല്ലേ? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വെക്റ്റർ എന്താണ്, സ്കേലാർ എന്താണ്. അല്ലെങ്കിൽ അദിശ അളവുകളും സദിശ അളവുകളും, ദിശ ഇല്ലാത്ത അളവുകളും ദിശയുള്ള അളവുകളും. ഓക്കെ. നമ്മൾ പഠിച്ചതാണ് വെക്റ്റർ ക്വാണ്ടിറ്റി ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റി. നമ്മൾ ഒന്നുകൂടെ എന്ത് ചെയ്യാം? പറയാം. നമുക്ക് ഈ ചാപ്റ്ററിൽ നല്ല അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോകുമ്പോഴും എന്തുണ്ട്? വെക്റ്റർ, സ്കേലാർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ? ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് 2ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റീസ്.
അപ്പോൾ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താണ് നോക്കാം. വെക്റ്റർ ക്വാണ്ടിറ്റി മീൻസ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൂടെ പറയേണ്ട ക്വാണ്ടിറ്റികളെയാണ് എന്ത് വിളിക്കുക, വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഇനി എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി? സിമ്പിളാണ്. സ്കേലാർ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവില്ല, ഡയറക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കറിയാം സ്കേലാർ ക്വാണ്ടിറ്റീസ് ആർ ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. ഓക്കെ, അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസ് ആണ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. നമുക്കിവിടെ എഴുതാം, വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, മാഗ്നിറ്റ്യൂഡ് പ്ലസ് ഡയറക്ഷൻ. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലേ. കിട്ടിയിട്ടുണ്ടല്ലോ, ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ ഐഡിയ ഒന്നുകൂടെ ക്ലിയർ ആവും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഫോഴ്സ് ഞാൻ പറയാണ്, ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു ക്ലാരിറ്റി ഇല്ല ഉണ്ടോ. അപ്പോൾ ആ 5 ന്യൂട്ടണ് എവിടേക്കാണ്, ഏത് ഡയറക്ഷനിലേക്കാണ് അപ്ലൈ ചെയ്തതെന്നും കൂടെ പറയണം. അപ്പോഴേ അതിനെന്തുണ്ടോ, ഒരു ക്ലാരിറ്റി ഉള്ളൂ. അപ്പോഴേ കേൾക്കുന്ന ആൾക്ക് എന്ത് ചെയ്യുള്ളൂ, 5 ന്യൂട്ടൺ ഇന്ന സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്തു, അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ കേൾക്കുന്ന ആൾ കിട്ടണമെങ്കിൽ എന്തും കൂടെ പറയണം, 5 ന്യൂട്ടൺ എന്ന മാഗ്നിറ്റ്യൂഡിന് കൂടെ അതിൻ്റെ ഡിറക്ഷനും കൂടെ പറയണം. അപ്പോൾ അയാൾ പറയണം, ഞാൻ 5 ന്യൂട്ടൺ ഫോഴ്സ് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് ഒരു ഐഡിയ കിട്ടും, ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് 5 ന്യൂട്ടൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ ഡയറക്ഷനിലുള്ള ഒബ്ജക്റ്റിന് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫോഴ്സിന് ഈ 2 കാര്യങ്ങളൂടെ പറഞ്ഞാലേ എന്തുള്ളൂ, ഒരു ക്ലാരിറ്റി ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് നമുക്ക് എന്തിൽ പെടുത്താം, വെക്റ്റർ ക്വാണ്ടിറ്റീസിൽ പെടുത്താൻ പറ്റൂലേ. അപ്പോൾ അതിനെന്ത് വേണം, മാഗ്നിറ്റ്യൂഡ് വേണം പ്ലസ് ഡയറക്ഷനും കൂടെ വേണം, എങ്കിലേ അതിനൊരു ക്ലാരിറ്റി അല്ലെങ്കിൽ ഒരു പൂർണ്ണത വരുള്ളൂ. ശരിയാണല്ലോ. ഇനി സ്കേലാറിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മാസ്, അതായത് ഇപ്പോൾ ഞാൻ പറയണം, ഞാൻ 5 കിലോ അരി തെക്കോട്ട് വാങ്ങി, അങ്ങനെ പറയും. 5 കിലോ അരി തെക്കോട്ട് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ആൾക്ക് അപ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. ശരിയല്ലേ? 5 കിലോ അരി വാങ്ങി എന്ന് പറഞ്ഞാൽ പോരെ, അവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി, ഡയറക്ഷന് പറയണ്ട. ഡയറക്ഷൻ പറയുമ്പോഴാണ് കൺഫ്യൂഷൻ ഉണ്ടാവുക. മറ്റത് ഡയറക്ഷൻ പറഞ്ഞില്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ക്വാണ്ടിറ്റീസ് നമുക്ക് എന്ത് വിളിക്കാം, സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിളാണ് എന്ത്, മാസ്, അതേപോലെ തന്നെ ടൈം. ഓക്കെ, ഇനി ഇവിടുത്തെ എക്സാമ്പിളും പറഞ്ഞു കഴിഞ്ഞു. എക്സാമ്പിൾ ഫോഴ്സ്. ഓക്കെ, ഫോഴ്സിന് എന്ത് വേണം, മാഗ്നിറ്റ്യൂഡ് വേണം, ഡിറക്ഷനും വേണം. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതറിഞ്ഞിരിക്കുക, ഈ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത പാർട്ടിൽ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫുൾ കൺസെപ്റ്റുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് പരമാവധി ക്ലാസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.